നമ്മൾ ബാഹുബലിയുടെ സെറ്റിനകത്തോട്ട് കയറാണ്. എൻ്റെ പൊന്നു പറഞ്ഞറിയിക്കാൻ വയ്യ. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൊക്കെ അതൊന്ന് കേൾക്കണം കേട്ടോ, ഒരു വല്ലാത്ത ഫീലാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂസ് ബംസ് വരും കേട്ടോ നമുക്ക് എല്ലാവർക്കും. കാരണം ഈ സിനിമയിനകത്തുള്ള ഓരോ സീക്വൻസുകളും നമുക്ക് ഓർമ്മ വരും. ആ ഓരോ സ്ഥലങ്ങളിലും ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, സകല ആൾക്കാരും ഈ ഫോട്ടോസും റീൽസും കാര്യങ്ങളും ഇതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശിവലിംഗം ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയില്ല? ഇതിനകത്തുള്ള ഓരോ സീനും ഓരോ സംഭവങ്ങളും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സിനിമയ്ക്കകത്തുള്ള രംഗങ്ങൾ ഓർമ്മ വരുമല്ലോ. കണ്ടില്ലേ, ഈ ഒരു മെഷീനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ല, നമുക്ക് മറക്കാൻ പറ്റുമോ? ബാഹുബലി ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും മലയാളികൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ച ഒരു സിനിമയാണല്ലേ. സോ ഈ ഒരു അമ്പും വില്ലും ഓർമ്മയുണ്ടല്ലോ അല്ലേ. സോ അത് കണ്ടപ്പോഴത്തേക്കും ഞാനും ചില ഫോട്ടോസ് അതിൻ്റെ കൂട്ടത്തിൽ നിന്നങ്ങ് എടുത്തു. ഇപ്പോൾ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള പടച്ചട്ടയും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, ഭല്ലാൽ ദേവൻ്റെ പ്രതിമ. ഇത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. ഇത് വെക്കുന്നതും പിന്നെ ഇത് പൊളിയുന്നതുമായിട്ടുള്ള സീക്വൻസുകളൊക്കെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ ഒന്നും കാണുമല്ലോ അല്ലേ. യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടുള്ള ചില സാധനങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിലിമിനകത്തുള്ള ഓരോ സാധനങ്ങളും മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടി പോരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഇത് എന്തൊരു സെറ്റാണെന്നുള്ളൊരു അന്തം വിട്ട് നിൽക്കുവാണ് നമ്മൾ. കാരണം ഇതൊരു സെറ്റായിട്ടല്ല, ഒരു റിയൽ പ്ലേസ് ആയിട്ടാണ് തോന്നുന്നത്. ആ ഒരു സാമ്രാജ്യം അത് മൊത്തത്തിലുണ്ട്. എന്തായാലും വിട്ടില്ല, ഞാനും ഒന്ന് വലിച്ചു നോക്കാൻ ശ്രമിക്കുകയാണ്. ബാഹുബലി ട്രൈ ചെയ്തതല്ലേ,